ഹായ് ദേർ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫിലിം മേക്കിംഗ്. വെൽക്കം ടു മാക്സ് ഷോർട്സ്. കുറച്ച് നല്ല AI ടൂൾസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓരോ സെക്ഷനിന് ആവശ്യമായിട്ടുള്ള ടൂൾസാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിരുന്നു കാണുക. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സ്ക്രീൻ റൈറ്റിംഗ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആൻഡ് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളത് ChatGPT ആൻഡ് സൂഡോ റൈറ്റിംഗ് ആണ്. നിങ്ങൾ എഴുതുന്ന ഡയലോഗ്സ് ഒക്കെ ഇംപ്രവൈസ് ചെയ്യണമെങ്കിൽ ChatGPT ഉപകാരപ്രദമാണ്. അതേപോലെ തന്നെ സൂഡോ റൈറ്റിൽ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടുള്ള വിഷ്വൽസ് തയ്യാറാക്കാൻ, അതായത് ഒരു സ്റ്റോറി ബോർഡ് തയ്യാറാക്കണമെങ്കിൽ സ്റ്റോറി ബോർഡർ AI യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഓരോ ഷോട്ടിനനുസരിച്ചിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് സ്റ്റോറി ബോർഡർ AI. ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് സെക്ഷനിൽ പറയാൻ പോകുന്നത് നമ്മുടെ പ്രീ പ്രൊഡക്ഷനിലും ഫിലിമിങ്ങിനും ആവശ്യമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള AI ടൂൾസുകളെ കുറിച്ചാണ്. സോ അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതിൽ വരുന്നത് ഷോർട്ട് ഡിസൈനർ AI ആൻഡ് ഓൾസോ Camtrack R എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ടൂളും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളെ ക്യാമറ എവിടെ സെറ്റ് ചെയ്യണം, അതായത് ആക്ടേഴ്സിനെ എവിടെ പൊസിഷൻ ചെയ്യണം, അതുപോലെ ലൈറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഈ ടൂൾസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് തരും. സോ ദാറ്റ് വിൽ ബി റിയലി യൂസ്ഫുൾ. അത് എവിടെയൊക്കെ വെക്കണം എന്നുള്ള ഒരു ഐഡിയാസ് നിങ്ങൾക്ക് ഈ ടൂൾസിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരു സീനിന് നിങ്ങൾക്ക് പ്രീ വിഷ്വലൈസേഷൻ ആവശ്യമുണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ അതിന് സഹായിക്കുന്ന ടൂൾസുകളാണ് മജിസ്റ്റോ ആൻഡ് പിക്ചറി AI മുതലായവ. സോ നെക്സ്റ്റ് ടൂള് നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ലിയനാർഡോ AI ആൻഡ് ഫോട്ടോർ മുതലായ ടൂൾസാണ് കേട്ടോ. സോ നമ്മളൊരു ഫിലിം ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സെറ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. സോ അത് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പ്രീ വിഷ്വലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടൂൾസ് നമുക്ക് യൂസ്ഫുൾ ആണ്. കാരണം ഈ നമ്മുടെ സെറ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഇത്തരം ടൂൾസ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കോസ്റ്റ്യൂം ഡിസൈൻ, കോസ്റ്റ്യൂം ഇന്ന സീനിൽ ഇന്ന കോസ്റ്റ്യൂമാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ആ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് AIക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഡിസൈൻ ചെയ്ത് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. സോ ഈ രണ്ട് ടൂളും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നെക്സ്റ്റ് നിങ്ങളൊരു സീന് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളൊരു സീൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ സീനിൻ്റെ മൂഡിനനുസരിച്ചിട്ടുള്ള ഒരു മ്യൂസിക് നിങ്ങൾക്ക് കമ്പോസ് ചെയ്യണം, മ്യൂസിക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് സൗണ്ട് ഡ്രോപ്പ് പോലെയുള്ള AI ടൂൾസ് യൂസ്ഫുള്ളാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. സോ ദീസ് ആർ വെരി ഹെൽപ്ഫുൾ ടൂൾസ്. അപ്പോൾ നിങ്ങളെടുത്ത ഒരു സീനിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് Descript പോലുള്ള AI ടൂള് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റിൽ പറയാനുള്ളത് AI ഹേജൻ പോലെയുള്ള, അതുപോലെ സിന്തേസിയൊക്കെ പോലെയുള്ള ടൂൾസിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ദേ ക്യാൻ ജനറേറ്റ് ആക്ടേഴ്സ്, അതുപോലെ തന്നെ വോയിസ് ഓവർ ഒക്കെ ചെയ്യാൻ പറ്റിയ ടൂൾസാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആക്ടേഴ്സ് ഇല്ലെങ്കിൽ യു ക്യാൻ create an AI generated actors and അതിന് തന്നെ വോയിസ് ഓവറും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് AI ടൂൾസ് നമുക്ക് ഫിലിം മേക്കിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിൽ ഒന്നോ രണ്ടോ യൂസൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് സബ്സ്ക്രിപ്ഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. ബൈ.